എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. എല്ലാവർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. താരപരിവേശമില്ലാതെ ഒരു സാധാരണ മിമിക്രിക്കാരനായി മലയാളികളുടെ പ്രിയ താരം പത്മശ്രീ ജയറാം ഇതാ വീണ്ടും ഭീമ സിനിമ ചിരുമയിൽ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. എൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള എൻ്റെ അച്ഛനായിട്ടും അമ്മാവനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ശങ്കരാടി സാർ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ അപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവ് എന്നൊക്കെ സിനിമ നടക്കുന്ന സമയമാണ്. അപ്പോൾ മറ്റ് പ്രൈവറ്റ് ചാനലുകളൊന്നും വന്നിട്ടില്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ദൂരദർശൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ശങ്കരാടി സാറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് കേൾക്കാം അവരിങ്ങനെ പൊരിപ്പിക്കുകയാണ് ശങ്കരാടി സാർ ഇട്ടിട്ട് ഇൻ്റർവ്യൂ എടുക്കാം ഒരു ലൊക്കേഷൻ ചോദിക്കാൻ വന്നതാണ്, അനുവാദം ചോദിക്കാൻ വന്നതാണ്. ശങ്കരാടി സാറിൻ്റെ ഇൻ്റർവ്യൂ ആണ്. എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് നല്ല വിവരമുള്ള ആൾക്കാർ തന്നെ വേണം. അല്ലാതെ നിങ്ങളുടെ ഈ ചാനലിൽ തലയെക്കെട്ടും കെട്ടിയിരിക്കുന്ന പെൺകുട്ടികളെ കണ്ടാൽ എനിക്ക് ദേഷ്യമാണ്. അത് പാടില്ല എന്നെ. കാരണം ഞാൻ ഒരുപാട് വർഷക്കാലം ഒളിവിൽ താമസിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഒളിവിൽ ഓർമ്മകൾ എന്നുള്ള തോപ്പിൽ ബാസിയുടെ വായിച്ചിട്ടില്ലേ, അതേപോലെ എൻ്റെ ജീവിതത്തിലും ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതുമായിട്ട് വിവരമുള്ള ആൾക്കാരെ വേണം നിങ്ങൾ അവിടെ ഇരുത്താൻ. അതാണ് വിവരം കെട്ട പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ ഇരുത്തരുത്. കാരണം റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും അതിനെക്കുറിച്ചും ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചും നല്ല വിവരമുള്ള ആൾ തന്നെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ കടന്ന് വേർക്കുകയായിരുന്നത്. ശരി, ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരിക്കും അവർ ചോദിച്ചു. അത് ഞങ്ങളിങ്ങനെ പാടവും നെൽവയലൊന്നും അല്ല വേണ്ടത്, ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും എല്ലാ ചിത്രങ്ങളും വേണം എനിക്ക് അവിടെ. കാർൾ മാക്സിൻ്റെയും എല്ലാ ചിത്രങ്ങളും അതിനകത്ത് ഉണ്ടാവണം. ഒളിവിൽ ഓർമ്മകൾ മാത്രം എനിക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്. അത് ഇതെന്നൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞ് അവർ വേർത്ത് കുളിച്ച് ഒക്കെ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയി. വിട്ടുപോയി. അതൊക്കെ പോയി. കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഭാഗ്യം കിട്ടുന്ന പോലെ ഞാനും മുകേഷും കൂടി സിനിമയ്ക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ചുമ്മാ ഹോട്ടൽ റൂമിൽ വെറുതെ ദൈവമായിട്ട് നമുക്ക് കൊണ്ടുതരുന്ന ഇനി ശങ്കരാടിയുമായിട്ടുള്ള അഭിമുഖം നിങ്ങൾക്ക് കാണാം. കറക്റ്റായിട്ട് ഭഗവാനെ അന്ന് എടുത്തതാണ്. മാർക്സിസ്റ്റ് പാർട്ടി മറ്റേ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വാ മുകേഷ് വേമ്പാ. മറ്റേത് അത് ചൈനീസ് വിപ്ലവം മറ്റേതല്ല, ശങ്കരാടി സാർ ഞാൻ അത് നേരത്തെ പറഞ്ഞോളാം. കുടുംബം മഹിമയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് എടുത്ത് പറയുന്നതിൽ സാറിന് എപ്പോഴും ലൊക്കേഷനിലായാലുണ്ട്. ശങ്കരാടി എന്ന പേര് എങ്ങനെ വന്നു? ശങ്കരാടി എന്നല്ല, ശരിക്കും ശങ്കരാടിൽ നിന്നാണത്. അതറിയാത്തതുകൊണ്ട് വയ്ക്കുന്നത്. കാരണം ഞങ്ങളുടെ കുടുംബ പേര് ശങ്കരാടിൽ എന്നുള്ളത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അന്ന് മെഡ്രാസിൽ പേഷ്കാരായിരുന്ന ചന്ദ്രശേഖര മേനോൻ എന്ന് പറഞ്ഞ ആളുണ്ടാവും. അറിയില്ല. ചന്ദ്രശേഖര മേനോൻ്റെ വകയിലൊരു അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹം പറവൂർ പേഷ്കാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ വേറൊരു മേനുണ്ട്, അത് അറിയുമെന്നറിയില്ല. അദ്ദേഹം അന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ അന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളായിരുന്നു. അമേരിക്കൻ അംബാസഡർ മറ്റേ മേനോൻ എന്ന് കേട്ടിട്ടില്ലേ, വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന. അതെൻ്റെ നേരെ അമ്മാവനായിട്ട് വരും. അങ്ങനെ പറഞ്ഞു മറ്റേ മേനോൻ അത് ഇന്ന നായർ അത് ഇത് പറഞ്ഞു വന്ന് അങ്ങനെ ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ പറവൂരുള്ള ആ സ്ഥലത്തിന് എല്ലാത്തിൻ്റെയും പേര് ശങ്കരാടിയിൽ നിന്നാണ്. അത് ലോപിച്ചുണ്ടായതാണ് ശങ്കരാടി. നിങ്ങൾ ഇതുവരെ കേട്ടത് ശങ്കരാടിയുമായിട്ടുള്ള അഭിമുഖം. അരമണിക്കൂർ കഴിഞ്ഞു. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ചൈനീസ് വിപ്ലവം ഇല്ല, റഷ്യൻ വിപ്ലവം ഇല്ല, ലെനിനും ഇല്ല, സ്റ്റാലിനും ഇല്ല, യാതൊന്നും ഇല്ല. ഒറ്റ ചോദ്യം. നിങ്ങൾ ഇതുവരെ കേട്ട് ശങ്കരാടി അവസാനിച്ചു. വേറെ പ്രതാപേന്ദ്ര സാറുമായിട്ടുള്ള ഇന്റർവ്യൂ എന്നോട് പറഞ്ഞിട്ടുണ്ട് മന്ത്രി നടക്കുന്ന സമയത്ത്. പറഞ്ഞിട്ടില്ലേ? അതുകൂടെ പറ. പ്രതാപേന്ദ്രൻ സാർ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂ ഇതേപോലെ അന്ന് ദൂരദർശൻ മാത്രമുള്ള സമയമാണ്. അപ്പോൾ ദൂരദർശൻ്റെ ലൈവ് ടെലികാസ്റ്റാണ്. സാറ് വരണം. ഓണത്തിൻ്റെ അന്ന് എന്തുമായിരുന്നു, ഓണത്തിൻ്റെ അന്ന് പോയി ലൈവ് ടെലികാസ്റ്റാണ്. ലൈവ് അപ്പോൾ അരമണിക്കൂർ ലൈവ് ടെലികാസ്റ്റാണ്. പ്രതാപേന്ദ്രൻ പോയി. അത് മാത്രമേ നമ്മൾ അറിഞ്ഞുള്ളൂ. ഇതേപോലെ നമുക്ക് ഭാഗ്യം കിട്ടുമല്ലോ, കറക്റ്റായിട്ട് വെച്ചാൽ പ്രതാപേന്ദ്രനുമായിട്ടുള്ള അഭിമുഖം മറ്റേ ലൈവാണ്. ലൈവ് 4:30 തുടങ്ങിയത്. നമസ്കാരം. പ്രതാപേന്ദ്രൻ സാറുമായിട്ടുള്ള ലൈവായിട്ട് പോയി നമ്മുടെ ലൊക്കേഷനാണ്, അതുകൊണ്ട് വേഗം കാണാൻ വേണ്ടിയിട്ട് പ്രതാപേന്ദ്രൻ സാറുമായിട്ടുള്ള അഭിമുഖം ആരംഭിക്കുകയാണ്. സർ, സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ആരാകാനായിരുന്നു സാറിന്റെ മോഹം? സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഡോക്ടർ അല്ലല്ല എഞ്ചിനീയർ അല്ല പറയാം ഒരു മിനിറ്റ്. ഡോക്ടർ എഞ്ചിനീയർ അല്ല, കൃഷിക്കാരൻ അല്ലല്ല. ഞാൻ പറയാം ഒരു മിനിറ്റ്. പിന്നെ പൈലറ്റ് അല്ല അതല്ല ഉദ്ദേശിക്കുന്ന സാധനമല്ല. ഒരു മിനിറ്റ് ഞാൻ പറയാം.
കോളേജ് അല്ല അല്ല അതേ അല്ല കോളേജ് ലെക്ചർ എഞ്ചിനീയർ അത് ഇത് അതൊന്നുമല്ല. ഒരു മിനിറ്റ് പിന്നെ അയ്യോ അത് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അതെ സൈലൻസ് ഒരു മിനിറ്റ് ക്യാമറ ഓഫ് ചെയ്യില്ല. പറയട്ടെ അയ്യോ സൈലൻസ് മിണ്ടായിരിക്കും. അത് ഓർത്തോട്ടെ. അല്ല പോലീസ് അയ്യോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ല പോലീസ് അല്ല അങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രതാപേന്ദ്രനുമായിട്ടുള്ള അഭിമുഖം. ഉത്തരം പറഞ്ഞിട്ടില്ല. അരമണിക്കൂർ തീർന്നു. അരമണിക്കൂർ മറ്റയാളെ കൊണ്ട് പറയാൻ സമ്മതിക്കില്ല. ഒരു പെണ്ണ് പാവ് ഇരുന്ന് ചോദിച്ച് വേറെ മിണ്ടരുത്. ഞാൻ പറയാം അടുത്ത ചോദ്യം പോണ്ട. അതാ ഇല്ല നിങ്ങൾ ഇതുവരെ കേട്ട് പ്രതാപേന്ദ്രൻ. ഞാൻ അതിന് ശേഷം ലൊക്കേഷനിൽ വന്നപ്പോൾ ചോദിച്ചു. ഞാൻ മുകേഷ് തന്നെയായിരുന്നു. ചേട്ടൻ എന്താ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായില്ല. എടാ 3 അക്ഷരങ്ങൾ ഞാൻ പിന്നെ മറന്നല്ലോ. എന്തയ്യോ നമ്മുടെ മറ്റേ IPS അയ്യോ ഇത് വായിൽ വരണ്ടേ പണ്ടാരം. ഇതായിരുന്നു ആ ഒറ്റ IPS വേണ്ടി നിങ്ങൾ അരമണിക്കൂർ ഒരു ചോദ്യം ഒരു ഉത്തരം ഇന്റർവ്യൂ കഴിഞ്ഞു. കലാമൂലിൽ വരുന്നതിന് മുമ്പ് മിമിക്രി ചെയ്യുന്ന കാലഘട്ടത്ത് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ മിമിക്രിക്ക് വന്നിട്ടുള്ളത് ചേലക്കുളം റഹ്മാൻ, കോലഞ്ചേരി റഹ്മാൻ എന്ന് പറയും. റഹ്മാനാണ് ഒരുപാട് പ്രോഗ്രാമിന് കൂടെ വന്നിട്ടുള്ളത്. റഹ്മാൻ്റെ കൂടെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഇത് എന്തെങ്കിലും ഒരു തമാശ നമുക്ക് എന്തെന്നും ഓർത്തു വെക്കാവുന്ന എന്തെങ്കിലും ഒരു അബദ്ധങ്ങളായിരിക്കാം റഹ്മാൻ്റെതായിട്ടുള്ള. റഹ്മാൻ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. എനിക്കറിയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് റഹ്മാനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. കോലഞ്ചേരി അബ്ദുറഹ്മാൻ. എൻ്റെ മകളുടെ കല്യാണത്തിന് എത്തിയതാണ് രണ്ടുപേരും. അതിനുശേഷം ഇന്ന് കാണുന്നത് സന്തോഷം, ഭയങ്കര സന്തോഷം. പക്ഷേ ജയറാമനെയും സിദ്ദീഖിനെ ഒന്നിച്ച് കാണാൻ പറ്റിയതിൽ വലിയ ഹാപ്പി. മാത്രമല്ല ഇത് കണ്ടപ്പോൾ എനിക്ക് അസൂയ. എന്തൊരു മിമിക്രികൾ ഇപ്പോഴും ഭാവിയുണ്ട്, ഒരു ഭാവിയുണ്ട്. എന്റെ പൊന്നെ ഒരൊറ്റ മിമിക്രിക്കാർക്കും ജയറാമിന്റെ മുമ്പിലെത്താൻ ഇപ്പോഴും പറ്റൂല. സത്യം ജയറാമിന്റെ മകൻ വരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പരമ്പര ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്താ കാളിദാസൻ തകർത്തില്ലേ, ഇനി കാളിദാസന്റെ മകനും തകർക്കും. ഈ പരമ്പര മൊത്തം ഒരു മിമിക്രി പരമ്പര മാത്രമല്ല, സകല കലാ വല്ലഭൻ പത്മശ്രീ ജയറാം. ഓക്കെ, താങ്ക് യു സർ. റഹ്മാൻ യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. റഹ്മാൻ അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി വിന്നറായിട്ട് റഹ്മാൻ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് ഞാൻ സ്റ്റേജിൻ്റെ അവിടെ പോയിട്ട് എൻ്റെ പേര് ജയറാം, ഞാനും ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രോഗ്രാമിന് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ റഹ്മാൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ റഹ്മാൻ പിടിച്ചുകൊണ്ടിരുന്ന പരിപാടികളൊക്കെ ഇത്തിരി ലേശം കുഴപ്പമായിരിക്കും. അത് പറയാൻ തരമില്ല. ഒരു ദിവസം 4 പ്രോഗ്രാമൊക്കെ പിടിക്കും. രാവിലെ ഒരെണ്ണം, 10 മണിക്കൊരെണ്ണം, ഉച്ചയ്ക്ക് ഒരു കോളേജിൽ, വൈകുന്നേരം വേറെ എവിടെയെങ്കിലും, രാത്രി വേറെ എവിടെയെങ്കിലും. ഓർമ്മയിട്ടില്ല 4 പ്രോഗ്രാമിന് പോയതൊക്കെ. ഏറ്റവും അവസാനം പോലീസുകാരുടെ പരിപാടിയായിരുന്നു. 5 എണ്ണം ലാസ്റ്റ് പോലീസുകാരുടെ പരിപാടിയായിരുന്നു. ലാസ്റ്റ് മൂവാറ്റുപുഴ, തൊടുപുഴ, മൂവാറ്റുപുഴ ലാസ്റ്റ് പോലീസുകാർ കാത്തിരുന്ന് 7 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 9-9:30 മണിയായിട്ടും ഒറ്റ മനുഷ്യൻ വരാതായിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഇനി അവിടെ പോയി അടി കിട്ടും. പോലീസുകാരുടെ പ്രോഗ്രാമാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവസാനം ഓട്ടോറിക്ഷയിൽ എല്ലാവരും പിരിഞ്ഞു പോയി. കംപ്ലീറ്റ് റോട്ടിൽ കൂടെ, മൂവാറ്റുപുഴ ടൗണിൽ കൂടെ, ആരും പോകല്ലേ ഞാൻ വന്നിട്ടുണ്ട്. ആളുകൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെ പോയിട്ട് പ്രോഗ്രാം ചെയ്തു. അതേപോലെ തന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ സത്യമാണ്, എരുമകളുടെ വിതരണമാണ്. ഈ എരുമകളെ കൊടുക്കുന്നുണ്ട്. ഈ എന്താ പറയുക, കിഴക്കമ്പലം ഫെഡറൽ ബാങ്കിന്റെ മാനേജർ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. അപ്പൊ പിന്നെ പുള്ളിക്ക് മിമിക്രിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് എന്തായാലും ഒരു പരിപാടി നടക്കുന്നത് എരുമയെ കൊടുക്കുന്നത്, എരുമേനും പശുവിനെ കൊണ്ട് ഒരു മിമിക്രി ആയിക്കോട്ടെ നിർത്തി. ഞാൻ ചെല്ലുമ്പോൾ സ്റ്റേജില്ല, ഒന്നുമില്ല, കുറെ ശബ്ദമായിട്ട് ഇതിന്റെ എരുമകൾ മാത്രം. റഹ്മാൻ ഇതിന്റെ നടുക്ക് എന്ത് മിമിക്രി കാണിക്കാനേ പറ്റത്? സ്റ്റേജ് വേണമല്ലേ, ഒറ്റ മിനിറ്റ് ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് നേരെ പോയി. എന്നിട്ട് എവിടെന്നോ ഒരു ലോറി സംഘടിപ്പിച്ച് ആ ലോറി അവിടെ കൊണ്ടു നിർത്തിയിട്ട് ആ ലോറിയുടെ മുകളിൽ കയറി നിന്നിട്ട് എരുമകൾ മാത്രം, മൈക്കൊക്കെ വെച്ച് എരുമകൾ മാത്രം ഓഡിയൻസ്. ഓ എൻ്റെ അമ്മ. ശരി, മാത്രമല്ല ആ നാട്ടിലുള്ള ആൾക്കാരെ മുഴുക്ക അനൗൺസ്മെന്റ് ചെയ്ത് ഞാൻ അവിടെ എത്തിച്ച്, എന്നിട്ട് ആ പരിപാടിയും തകർത്തു. അതും വലിയ അതിശയമാണ്. എരുമകൾ ഉൾപ്പെടെ പബ്ലിക്കും കൂടെ കൂടി തകർത്ത് ചിരിച്ച് അടിച്ചു പൊളിച്ച് അന്നും ജയറാം, പെൻസിൽ ജയറാം, ഓർമ്മയില്ലേ അപരന് മുമ്പുള്ള ജയറാം, ആ ജയറാമാണ് ഇരിക്കുന്ന ജയറാം. അതിനുശേഷം സിദ്ദിഖിന്റെ ഫ്രണ്ട്സ് എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ പെയിന്റടി സംഘത്തിലുണ്ട്, പാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഗിരീഷ് വക്കത്തിന്റെ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ ഞാൻ പറഞ്ഞു, ഗിരീഷ് ഇങ്ങനെ ഉഗ്രം ക്യാരക്ടറാ. അപ്പൊ ഇങ്ങനെ സിനിമയ്ക്കകത്തുള്ളവരൊക്കെയാണെങ്കിൽ ഞാൻ ഗിരീഷിനെ പറയുമ്പോൾ അപ്പം തന്നെ മനസ്സിലാവും. പബ്ലിക്കിന് എനിക്ക് എത്രത്തോളം അറിയുന്നറിയില്ല, കാരണം ഗിരീഷിനെ ഏറ്റവും നന്നായിട്ട് കാണിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ എൻ്റെ കൂടുതൽ റഹ്മാൻ ഇങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് എൻ്റെ കൂടെ നിർത്താന്ന് പറഞ്ഞിട്ട് റഹ്മാനെ കൊണ്ട് നിർത്തി.
പിന്നെ സിദ്ദിഖിന്റെ ഓർമ്മയുണ്ടല്ലോ ഒരു വേഷം കെട്ടിയപ്പോൾ ആള് മാറിയത്. അതെ, ആദ്യത്തെ നമ്മൾ പാലസിൽ പിന്നീടാണല്ലോ ലാസ്റ്റാണ് എടുക്കുന്നത്. പെയിന്റിങ് സംഭവമൊക്കെ ലാസ്റ്റ് എടുക്കുക. അതുവരെ പ്രൊഡക്ഷൻ മാനേജറാണ്. പ്രൊഡക്ഷൻ മാനേജർ വണ്ടികളുടെ ചാർജാണ് റഹ്മാൻ അല്ലേ? എനിക്ക് വണ്ടികളുടെ കാറുകൾ വരുന്നത് പോകുന്നത് ആർട്ടിസ്റ്റുകളെ കയറ്റി വിടുന്ന ആ ചാർജാണ് റഹ്മാൻ. ഫസ്റ്റ് പാലസിൽ വന്നു, ആ ടെമ്പോയിൽ വന്ന് ഇറങ്ങി, ആ ഷോട്ടിലുണ്ട്, വന്ന് ഇറങ്ങി ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു കസേര ഇട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഗിരീഷ് വിളിച്ചു ആ വണ്ടി വണ്ടി മുഴുവൻ പറയില്ലല്ലോ. വണ്ടി അപ്പോൾ കൊലഞ്ചേരി ഞാൻ ആർട്ടിസ്റ്റാണ്, രാജിവെച്ചു, പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് അപ്പോഴേ രാജിവെച്ചു, ഇവിടെ കൂടി. അതാണ് അവരോട് പറഞ്ഞു വിട്ടു. അതോടുകൂടി പറഞ്ഞു ലാസ്റ്റ് പടം. സാറിനോട് എന്തോ ക്ലോസ് ചോദിച്ച കഥകളില്ലേ പിന്നെ സിനിമയില്? ഒരു ഓണത്തിന്റെ അന്ന് നമ്മളന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്, സോറി ഇന്ന് ഓണമാണ്. പോയി ചോദിച്ചു. സിദ്ദിഖ് പറഞ്ഞു ഹാപ്പി ഓണം. അതല്ലോ ഓണായിട്ടൊരു ക്ലോസപ്പ് തന്നൂടെ, ഓണായിട്ട് മുണ്ട് തന്നൂടെ, മറ്റേ തന്നൂടെ, ഓണായിട്ടൊരു ക്ലോസപ്പ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലേ ഒരുപാട്. കൊലഞ്ചേരി റഹ്മാനുമായിട്ട്. എനിക്ക് തോന്നുന്നത് കൊലഞ്ചേരി റഹ്മാൻ പിടിച്ചുകൊണ്ടുവരുന്ന പ്രോഗ്രാംസ് അങ്ങനത്തെ കുഴപ്പം പിടിച്ച. പക്ഷെ കോലഞ്ചേരി അല്ല, ചേലക്കുളം. നേരത്തെ ജയറാം പറഞ്ഞു ചേലക്കുളം. ഞാൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടിയത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പഠിക്കുമ്പോഴാണ്. അന്ന് എനിക്ക് ഞാനും ജയറാം കൂടെ ചേർന്നൊരു കാസറ്റ് ചെയ്തു, കൊമാക്സ് 84 എന്നുള്ളത്. അത് ഓഡിയോ കാസറ്റിലെ ആദ്യത്തെ കാസറ്റായിരുന്നു. വലിയ സക്സസ് ആയിപ്പോയി, കണ്ടവന്നെ കാശ് ഉണ്ടാക്കി. ഈ റഹ്മാനിക്കയുടെ വേറൊരു കഥയുള്ളതേ, ഈ ജയറാമേട്ടൻ വീട്ടിലൊരു സെക്യൂരിറ്റിനെ വെച്ചു. ജയറാമേട്ടൻ്റെ വീട്ടിലെ സെക്യൂരിറ്റി ഒരു ബംഗാളി എങ്ങാണ്ടാണ്. അപ്പോൾ ബംഗാളി ആയതുകൊണ്ട് ഈ ജയറാമേട്ടനെ പോലും പുള്ളിക്ക് അറിയാൻ പാടില്ല. ജയറാമേട്ടൻ വന്നപ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് ജയറാം സാറിന്റെ വീട് അകത്തോട്ട് പോകാൻ പറ്റൂലെന്ന് പറഞ്ഞ ആളാണ് ആ ബംഗാളി. എപ്പോഴും ജയറാമേട്ടനെ തടഞ്ഞു നിർത്തും, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞോളാം. എന്നിട്ട് ഈ റഹ്മാനിക്കൊക്കെ LIC ഏജൻസി ഉണ്ട്. ഇപ്പൊ എന്നോട് പോളിസി ചോദിച്ചിട്ട് നിൽക്കുകയാണ്. എല്ലാവരോടും പോളിസി ചോദിക്കും, നിങ്ങളോടും ചോദിക്കും. അപ്പോൾ റഹ്മാനിക്ക ജയറാമേട്ടൻ എനിക്ക് ഭക്ഷണം കഴിച്ചിടുമ്പോൾ കോളിംബെൽ അടിച്ച് നേരെ വീട്ടിൽ ചെന്ന് കയറി. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ജയറാമേ ഒരു പോളിസി എഴുതാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. ഉടനെ ജയറാമേട്ടൻ ചോദിച്ചു, ഞാൻ നിനക്ക് എത്ര പോളിസി വേണം തരാം. പക്ഷെ എൻ്റെ അത്ഭുതം, ആ വാതിക്കൽ നിൽക്കുന്ന ബംഗാളി സെക്യൂരിറ്റി എന്നെ പോലും കയറ്റി വിടാത്ത ഒരാളാണ്. അയാൾ എങ്ങനെ റഹ്മാനെ അകത്തേക്ക് വിട്ടു, റഹ്മാൻ എങ്ങനെ ഈ വീടിനകം വരെ വന്നു എന്ന് ചോദിച്ചപ്പോൾ റഹ്മാനിക്ക് ഒരു പേപ്പർ എടുത്ത് കൊടുത്തു. നോക്കിയപ്പം ആ ബംഗാളി 5000 രൂപയ്ക്ക് പോളിസി ചേർന്നേക്കുന്ന പുള്ളിയുടെ. എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ 15 വർഷമായി അയാള് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടെന്ന് ഇപ്പോഴും. അതെ, അടച്ചുകൊണ്ട് ജയറാമിനോട്ട് കിട്ടിയിട്ടില്ല. ഇതേപോലെ തന്നെ പെട്ടെന്ന് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, പെട്ടെന്ന് ഓർത്തുന്നത് സൈനുദ്ദീനെയാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള. കാരണം എത്രയോ രാത്രികളും പകലുകളും ഒരേ വാനിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഏറ്റവും കൂടുതൽ തമാശകളും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുള്ള സൈനുദ്ദീനായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ, അന്നത്തെ കാലത്ത് വണ്ടിയിൽ പോകുമ്പോൾ ബാക്കി പലരും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു. ചിലവർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, സിദ്ദിഖ് ലാലൊക്കെ ഏറ്റവും അറിയപ്പെടുന്ന ഫാസിലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയി കഴിഞ്ഞു. അങ്ങനെ സിനിമയ്ക്കകത്തുള്ള പലരും എല്ലാം പല പോസ്റ്റിലായി കഴിഞ്ഞു. എന്നെ മാത്രം തേടി ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ സൈനുദ്ദീൻ നവോദയയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജിജോയുടെ 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയിൽ രഘുനാഥ് പലേരി ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1 മുതൽ 0 വരെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ സൈനുദ്ദീൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ ആ വഴി എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റാന്നുള്ളത് ഇങ്ങനെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സൈനുദ്ദീൻ പ്രോഗ്രാമിന് പോകുമ്പോഴേക്കും ഞാൻ ചോദിക്കും, ഇതിനകത്ത് എന്തെങ്കിലും വേഷം പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിൻ്റെ കാര്യം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നടക്കും, ഇപ്രാവശ്യം നടക്കും, ഒരു ജ്യൂസ് പറഞ്ഞേ, അങ്ങനെ ഒരു പേര് സേർത്ത് പറ. അങ്ങനെ ഇത് പതിവായി. കലാഭവൻ്റെ ആ ജംഗ്ഷനിലുള്ള കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സൈനുദ്ദീന് ജ്യൂസ് മേടിച്ചു കൊടുക്കുന്നത്, ഉച്ചയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതെല്ലാം. കാരണം വേഷം എന്തായാലും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസമൊന്നും ഇത് സൈനുദ്ദീൻ പറയുന്നത് സത്യമാണോ ദൈവം എന്താണെന്ന് ഇങ്ങനെ മനസ്സിലുണ്ടപ്പോൾ ഒരു ദിവസം പ്രോഗ്രാമിൽ നിങ്ങൾ എന്നെ അവിടെ വന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. നവോദയയ്ക്ക് അകത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ദൂരെ വണ്ടി മാറ്റിയിട്ട് അപ്പോൾ ഞാനൊന്ന് ഇറങ്ങി ഇങ്ങനെ നിന്നു. ഡയറക്ടർ കാണുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ഇറങ്ങി നിന്നു. അപ്പോൾ രഘുനാഥ് പലേരി ഇറങ്ങി വന്നിട്ട് നോക്കി സൈനുദ്ദീനെ വിളിച്ചു, എന്നെ ചൂണ്ടിക്കാണിച്ചു. മറ്റേത് സൈനുദ്ദീൻ ഇങ്ങനെ എന്നെ പറഞ്ഞു, അത് കാണിച്ചു. ഇവർ തമ്മിൽ ഭയങ്കര ആംഗ്യം മാത്രം നടക്കുന്നുണ്ട്. മറ്റേത് അത് ഇത് ശരി പോയിട്ട് ഞാൻ പറഞ്ഞു. നേരെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ കാര്യം അതിലെത്ര നിന്നെ കണ്ടില്ലേ, നിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു ജ്യൂസ് പറഞ്ഞ് പെട്ടെന്ന്. അങ്ങനെ പിന്നെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. പിൽക്കാലത്താണ് മനസ്സിലായത്, പോവാണ് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കൊള്ളാം. മേലാൽ ഈ കലാഭവന്റെ പരിപാടി എന്ന് പറഞ്ഞ് ഈ വണ്ടി ഈ കോമ്പൗണ്ടിനകത്ത് അങ്ങനെ ഇനി കണ്ടാൽ ഒന്നിൽ ഈ തൊഴിൽ അല്ലെങ്കിൽ ആ തൊഴിൽ, ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് എന്നെയാണ് കാണുന്നത്. ഇതോടുകൂടി മനസ്സിലായോ, ഇപ്പം ഇറങ്ങിക്കൊള്ളാം, അകത്ത് പോ, സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പം ഇനി ഇപ്പം ഇറങ്ങിയാൽ ഇനി അങ്ങനെ ചീത്തയാണ് പാവം കേട്ടോണ്ടിരിക്കണം മുഴുവൻ. അങ്ങനെ ഇതൊന്നും അറിയാതെ ഞാൻ പോയപ്പോൾ
പക്ഷേ എനിക്ക് വേണ്ടി പാവം ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വളരെ സന്തോഷകരമായിട്ട് വാർത്തയായിട്ട് സൈനുദ്ദീൻ വന്നു. നിനക്കൊരു ഉഗ്രം വേഷം അതിനകത്ത്. ഞാൻ പറഞ്ഞു എന്താ വേഷം ചോദിച്ചു. അതിനകത്ത് നായിക കടപ്പുറത്ത് തന്നെ കാണാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞതനുസരിച്ച്, അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എപ്പോൾ വേണമെങ്കിൽ വരാമെന്ന് പല ഇതുണ്ട്, ആരാന്ന് കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് വന്നിട്ട് ഒരാൾ ഇന്നതാണ് മറ്റേത് പറഞ്ഞ് ലാസ്റ്റ് ആ കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴും പറയും ഇല്ല ഞാനൊരു LIC ഏജൻറ്റാണ്. പെട്ടെന്ന് റഹ്മാനെ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് LIC ഏജൻറ്റാന്ന് പറയുകയും ആൾ തെറ്റിപ്പിരിഞ്ഞ് അങ്ങനത്തെ ഒരു വേഷം അതിനകത്ത് 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയ്ക്ക്. അപ്പോൾ അന്ന് തൊട്ട് LIC ഏജൻറ്റായിട്ട് പല രൂപത്തിൽ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ അഭിനയൊക്കെ ആയിരുന്നു. ഇതിനിടയ്ക്ക് സൈനുദ്ദീൻ്റെ ജ്യൂസും അതും ഇതും സിഗരറ്റും ബാക്കി ആഹാര പദാർത്ഥങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കണു. അവന് ഒരു സുപ്രഭാതത്തിലാണ് ഇടിത്തീ വീണ പോലെ സൈനുദ്ദീൻ എന്ന് പറഞ്ഞു, അടുത്ത് വിഷമം തോന്നരുടാ, വേറൊരാൾ വന്ന് ആ വേഷം ചെയ്തു എന്ന് പറഞ്ഞു. ആദ്യം ഭയങ്കര വിഷമം തോന്നി, ഇത്രയും നമുക്ക് പറഞ്ഞു വെച്ചിട്ട് വേറൊരാൾ അത് പോയല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷേ 2 ദിവസത്തിന് ശേഷം ഞാൻ കലാഭവനിലെങ്കിൽ ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടി ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു ജാവ ബൈക്കിൽ ഒരു 6 അടി പൊക്കമുള്ള സുമുഖനായിട്ടുള്ള വ്യക്തി, നല്ല ഭംഗി കാണാൻ, അന്ന് ഞാൻ വന്നു ബൈക്കാണ്. ജയറാം അല്ലേ എന്ന് ചോദിച്ചു. എനിക്കറിയാം എല്ലാവരെയും. സൈനുദ്ദീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ സുമുഖനായിട്ടുള്ള വ്യക്തി, നേരെ അകത്തുനിന്ന് നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, എന്ത് ഭംഗിയാണ് അവനെ കാണാൻ എന്ന് ഞാൻ പറഞ്ഞു. വേഗം സൈനുദ്ദീൻ അകത്തോട്ട്, അവനാണ് ആ വേഷം ചെയ്ത്, നിനക്ക് വെച്ചിരുന്ന വേഷം ചെയ്ത് അവനാണ്. പക്ഷേ ഞാൻ അടുത്ത് ചെന്നിട്ട് ഞാനിങ്ങനെ നോക്കി. പക്ഷേ അത്രയും കാലം എനിക്ക് സൈനുദ്ദീൻ്റെ അടുത്തൊരു ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഇത്രയും എനിക്ക് ആ വേഷം കിട്ടില്ല. പക്ഷേ ഈ സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ എനിക്ക്, കാരണം എന്നേക്കാൾ 100% ഇതിന് അർഹനായിട്ടുള്ള ആളാണ് അത് ചെയ്തത്. അങ്ങനെ അവിടെ വെച്ച കൈ, കലാഭവനിലെ വാതിൽക്ക് വെച്ച കൈ കൊടുത്താണ് ഒരു വലിയ സൗഹൃദത്തിന്. പിൽക്കാലത്ത് സുരേഷിൻ്റെ കൂടെ എൻ്റെ കൂടെ വില്ലനായിട്ടും ഞങ്ങൾ 2 നായകന്മാരായിട്ടും ഒരുപാട് സിനിമകളിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് റൂം ഷെയർ ചെയ്യണം. എല്ലാ നടന്മാരും 2 പേര് 3 പേര് വെച്ച് ഒരു മുറിക്കകത്ത് കിടക്കണം. ഞാൻ ഒരുപാട് പേരുടെ കൂടെ റൂം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റൂം ഷെയർ ചെയ്തിട്ടുള്ള 2 നടന്മാരാണ് സുരേഷ് ഗോപിയും സിദ്ദിഖും. ഏറ്റവും കൂടുതൽ കാലം സുരേഷ് ഗോപി എൻ്റെ കൂടെ ഒരുപാട് കാലം ഒരേ റൂമിലായിരുന്നു. വിറ്റ്നസ്, കാലാൽപ്പട അങ്ങനത്തുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ സുരേഷ് വില്ലനും ഞാൻ നായകനമായിട്ട് ചെയ്യുന്ന സിനിമകളിലൊക്കെ ഞങ്ങൾ ഒരു മുറിക്കകത്താണ് താമസം. അത് ആ ഒരു സൗഹൃദ ബന്ധം തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടാണ്. എന്താണ് ജയറാം ഭാഗ്യം ചെയ്താളാ. അന്ന് ആ സീൻ ചെയ്തിരുന്നെങ്കിലില്ലേ, ഡയറക്ടർ പത്മരാജൻ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ 2 പടത്തിൽ നായകനായിട്ടായിരുന്നു എതിരുന്നത്. അവരും 3-ാം പൊക്കവും 2 പടത്തിൽ ഹീറോ, അതായത് പ്രേം നസീർ മാത്രം ചെയ്തിട്ടുള്ള സംഭവം ഹീറോ ആയിട്ട് തന്നെയാണ് ജയറാം രംഗത്ത് വന്നത്. ഒരു സീൻ ചെയ്തുകൊണ്ടല്ല, ഇന്നും ഹീറോ ആയിട്ട് നിൽക്കുന്ന എല്ലാത്തിലും ഹീറോ. ഈ ചെണ്ടമേളമൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കും, കൂടെ വന്ന് ചെണ്ട ഓടുന്നവർ സംഗതി വേർക്കുമ്പോൾ ജയറാം കൂടെ തകർക്കാണ് അല്ലേ അല്ലേ? അതെ, സത്യം. അത് കാണുമ്പോൾ എൻ്റെയൊക്കെ ഈ രോമം എപ്പോഴും കോരിത്തരിക്കുക. ആൾക്കാരെന്നെ കളിയാക്കാറുണ്ട്. എന്നെ അനുകരിക്കുന്ന സ്വഭാവവും എനിക്കുണ്ടായ പെരുമ്പാവൂർ പ്രശ്നങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു ഈ സ്റ്റേജിൽ ഒത്തിരി പ്രാവശ്യം സൈനുദ്ദീൻ പറഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അതായത് പത്മനാഭൻ സാറിനെ പോലത്തെ ഒരു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന വിചാരിച്ചിട്ട് പോയില്ല. ഞാൻ പല സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണത്. ഒരുപാട് ആവർത്തന വിരസത വരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറയാതിരുന്നത്. അദ്ദേഹത്തെ പോയി കാണുകയും എൻ്റെ കുറേ സ്റ്റിൽസ് എടുക്കുകയും എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒരു 4 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ പതിവ് പോലെ കലാഭവൻ്റെ പ്രോഗ്രാമായിട്ട് പോകുന്നു. ഞാനതൊക്കെ മറന്നു. കാരണം എനിക്കിത് കിട്ടുമെന്നൊന്നും ഒരു വിശ്വാസമില്ല. എന്തെങ്കിലും ചെറിയ വേഷത്തിന് വേണ്ടി വിളിപ്പിച്ചായിരിക്കും, അങ്ങനെ വിചാരിച്ച് അങ്ങനെ കളഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ കലാഭവൻ്റെ വണ്ടിയിൽ വരുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, പത്മനാഭൻ സാർ വിളിച്ചിങ്ങനെ സ്റ്റിൽസ് എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൂടെയുള്ള സഹപ്രവർത്തകർ എല്ലാവരുമാണ് പറഞ്ഞത്, വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കണം, അതാണ് അതിൻ്റെ മര്യാദ. എന്നാ വിളിക്കാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു 3-4 ദിവസം മുമ്പാണ് വിളിക്കാൻ പറഞ്ഞു. ഞാനൊക്കെ വിളിച്ചു മറന്നുപോയി. ഇല്ല, വിളിക്കണം, മസ്റ്റായിട്ട് വിളിക്കണം എന്ന്. അങ്ങനെ ആലുവയിൽ ഇറങ്ങിയിട്ട് റഹ്മാൻ കൂടെ ഉണ്ടായിരുന്നു. ആലുവ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അടുത്തുള്ളൊരു ബൂത്തിൽ ചെന്നിട്ടാണ് ഞാൻ 0471 3434515 ആ നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ എടുത്തു. പത്മനാഭൻ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സാർ ജയറാമാണ്. അന്ന് സിനിമയിൽ ആദ്യം വേണ്ടത് ഒരു പങ്ക്ച്വാലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ വാക്കിന് വ്യവസ്ഥ എന്ന് പറയും. അതാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കണം. തന്നോട് ഞാൻ എന്നാ വിളിക്കാൻ പറഞ്ഞത്? സാർ വിളിക്കാൻ ഞാൻ ജോലിയും പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ അന്ന് എനിക്ക് ജോലിയുണ്ട്, ഞാനൊരു കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്, കൂടാതെ കലാഭവൻ്റെ പ്രോഗ്രാം. ഇതൊക്കെ പോയിരുന്നുകൊണ്ടാണ് എനിക്ക് വിളിക്കാൻ പറ്റാതെ. എന്തായാലും ഞാനൊരു കാര്യം പറയാം, അത് ഒരു മനുഷ്യനോട് താൻ പറയരുത്. ഇല്ല, അച്ഛനോടും അമ്മയോടും പോലും ഇപ്പോൾ പറയണ്ട. കാരണം അത് കുറച്ച് രഹസ്യമായിട്ടിരിക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, എന്താ സാർ, എൻ്റെ അടുത്ത ചിത്രത്തിലെ നായകൻ താനാണ്. എന്നാലോചിച്ച് നോക്കി. ഞാനൊന്ന് നുള്ളിയൊക്കെ നോക്കി, ഒന്ന് സത്യമാണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എടുത്ത് പിന്നെ തനിക്ക് നീന്താൻ അറിയാമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഒരു നല്ല സ്വിമ്മറല്ല, അത്യാവശ്യം ഒന്ന് പൊങ്ങി കിടക്കാനൊക്കെ അറിയാതെ. അതുപോരാ,
കാരണം എൻ്റെ അടുത്ത ചിത്രത്തിൽ നായകൻ താനാ, അതിൽ കടലിൽ നീന്തണ്ടാണെന്ന് പറഞ്ഞു. ഏത് ഒരു സിനിമയുടെ നായകനാന്ന് പറഞ്ഞ് തീർന്നില്ല, അപ്പം തന്നെയാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത സിനിമയിലെ നായകൻ താനാണ്, അതിൽ കടലിൽ നീന്തണ്ടാണ്. അതുകൊണ്ട് നീന്തൽ ഇപ്പം തന്നെ പഠിക്കണം. ഒരാൾക്ക് ഉണ്ടാകുന്ന സന്തോഷം ഇതിലും വലിയ എന്താണ്? ഒരു പടത്തിനല്ല, 2 പടം. ചെറിയ റോളിന് വേണ്ടി വിളിച്ചപ്പോഴേക്കും 2 പടത്തിലെ ഹീറോയാണ് നായകൻ. ഞാൻ ഓർപ്പിച്ചില്ലെങ്കിൽ മറന്നും പോകും. മാത്രമല്ല ഈ അവരിൽ നിന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പെരുമ്പാവൂർ സ്റ്റാൻഡ് മുഴുക്ക കൊണ്ടുവന്ന് ഒട്ടിച്ച് ഞാനാ. മുഴുക്ക കൊണ്ടുവന്ന് ഒട്ടിച്ച്. ജയറാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പെരുമ്പാവൂരുകാർ കാണണമെന്ന്. അങ്ങനെ പെരുമ്പാവൂർ ഒട്ടിച്ചത് നിസ്സാര സംഭവമല്ല. പിന്നെ ലാസ്റ്റ് ഇടയ്ക്ക് 50-ാം ദിവസം അപരൻ എറണാകുളം കവിതയിൽ ആ പോസ്റ്റും കൊണ്ട് ഒട്ടിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടായത് സുഹൃത്തുക്കളെ. എന്തായാലും ഈ വേദിയിൽ റഹ്മാൻ ഇവിടെ വരികയും ജയറാമിനോടൊപ്പം അല്ലേ ആ പഴയ ഓർമ്മകൾ പങ്കിടുകയും ചെയ്തതിന് ഒരുപാട് നന്ദി. ഈ ചിരിവേദിയിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇത് ഭീമ സിനിമ ചിരുമ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. ഹലോ ബ്രോ, സദാനന്ദ മേസ്ത്രി അല്ലേ? ആരാ? സദാനന്ദ മേസ്ത്രി അല്ലേ? അതെ. ആ, ഞാൻ കാറിന്റെ കാര്യം ചോദിക്കാൻ വിളിച്ചതാ. കാറിന്റെ കാര്യം? ആ, എന്തായി കാറിന്റെ കാര്യം? ആ, മഴ പെയ്യുന്നോ? എന്ത് മഴക്കാറല്ലേ? അയ്യോ, അതല്ല. ആ, ഒരു ആട്ടോക്കാർ എന്നൊക്കെ തന്നില്ലായിരുന്നോ? ഓട്ടോക്കാരനോ? ഓട്ടോക്കാരനല്ല, ഓട്ടോക്കാർ. ഓട്ടോക്കാരൻ ഒരു മഞ്ഞ. ആ ആ ആ, അതെന്തായി കാര്യം? അതിന്റെ പണി തീർന്നു. തീർന്നോ? ആ. അപ്പൊ എത്ര കാശ് തരണം? അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കാം. എത്ര കാശ് അങ്ങോട്ട് തരണം? ഏയ്, അതിനെന്തിനാ ഇങ്ങോട്ട് തരണേ? എടാവേ, ഇവിടെ 2 പണിക്കാരുണ്ട്. ലോക തോൽവി അവന്മാർ പണിത് അത് നിശ്ചലമാക്കി വെച്ചേക്കുവന്ന്. ഇനി അത് കാശ് കൊടുത്ത് ഞാനത് മേടിക്കണം. അല്ല, അത് പറഞ്ഞു. അല്ല, ഒന്നും പറയണ്ട. ഞാനെന്തായാലും പൈസ തരാം. എൻ്റെ അമ്മോ, എന്നാ ചെയ്യണേ? എന്തോരം വണ്ടിയാണ് ഞാൻ മേടിച്ചു വെച്ചേക്കണമെന്നാണ് ഇവന്മാർ 2 പേര് കാരണം. ഞാൻ പണി നിർത്താൻ പോയില്ല, ശരിയാകത്തില്ല. ഒരുത്തനാണെങ്കിൽ എൻ്റെ ഈ ദൈവമേ, എൻ്റെ ഈശ്വര, എൻ്റെ ഭഗവാനെ, എന്നെ കാത്തോളണേ. നല്ല പണി എനിക്ക് കിട്ടണേ ഭഗവാനെ, കാത്തോളണേ. ആശാനേ, 8ന്റെ പണിയാണ് കിട്ടിയത്. എന്നത് 8ന്റെ പണി. എടാ, നീ കൃത്യസമയത്ത് ഇവിടെ എത്താറുണ്ടോ? കൃത്യസമയത്ത് എത്താറുണ്ടോന്നോ? ആ. ഞാൻ കൃത്യസമയത്ത് തന്നെ എത്താറ്. ആ, ഇന്നലെ നീ എത്ര സമയത്ത് എത്തി? ഇന്നലെ ഞാൻ കൃത്യം 10:45 മിനിഞ്ഞാന്നോ? മിനിഞ്ഞാന്ന് ഞാൻ കൃത്യം 9:52. അതിന് തലേന്നാളോ? അതിന്റെ തലേനാള് കൃത്യം 11:25. ഇതാണ് കൃത്യസമയം. ആഹാ, ഈ സമയമൊക്കെ ഞാൻ കൃത്യമായിട്ട് ആലോചിച്ച് പറഞ്ഞില്ലേ? ആ, നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഉത്തരവാദിത്വം ഉണ്ടോ? ആ ഓർത്താൻ എൻ്റെ അടുത്ത് പറയരുത്. ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും ഇതിനൊക്കെ ഉത്തരവാദി ഞാനാന്നല്ല ആചാൻ പറയണത്. ഉത്തരവാദിത്വം ഉണ്ടോ? ഉത്തരവാദിത്വം ഉണ്ടോ? ആ, ഇത് കണ്ടോ? എടാ, ഇവൻ ഈ അന്യ സംസ്ഥാനക്കാരനാ. ഇവൻ 6 മാസമായി പണിക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ എല്ലാ പണിയും പഠിച്ചു. മനസ്സിലായോ? നീ 7 വർഷമായി ഇവിടെ പണിക്ക് വരും. ഞട്ടൂരാൻ പഠിച്ചോ? ഏതെങ്കിലും വണ്ടിയിൽ എന്നൊന്ന് പണിയാൻ സമ്മതിക്കണം. ഞാൻ എന്നിട്ട് ആ വണ്ടി തിരിച്ചു മേടിക്കണ്ട പൈസ കൊടുത്തു. എടാ കൊച്ചേ, മതി. ചായ കുടിച്ചിട്ട് പണിതാ മതി. 6 മണിക്ക് കയറി കിടക്കണ. 6 മണിക്ക് രാവിലെ ചായ കുടിച്ചിട്ട് കിടന്നാ മതി. എടാ, ചായ കുടിച്ചിട്ട് പണിതാ മതി. ഇന്ന് ഹിന്ദിയിൽ വിളിക്കും പുള്ളിനെ. പയ്യാ വയ്യെങ്കിൽ കിടന്നോട്ടെ പുള്ളി. എടാ, ഭാഷ അറിയില്ലോ. ആർക്ക്? അവന്റെ ഭാഷ എനിക്കറിയത്തില്ലല്ലോ. ഇത് എന്ത് പിന്നെ മലയാളികളെ ചുമ്മാ ഓമാനിക്കാനായിട്ട് പുള്ളി അങ്ങ് കയറി. ആ, ആശാനേ, ബായ് നല്ല കൂർക്കാ ഹേ. കൂർക്കമ്പലിയാന്ന്. ഹോ, അതാ आहा क्या हो भाई, क्या कर रहे तुम? क्या चाहिए मेरे को? ओ इधर छुट्टी मिलाना ही मेरे को, काम मिलाना ही. इधर ज्यादा काम कर रहे हैं ना हमें. हो क्या यार, ऐसे मत करो. है? हाँ हाँ हाँ, അത് ശരി. നീ ഹായും ഹും ചേർത്തങ്ങ് പറഞ്ഞിട്ട് പോവും. ഞങ്ങൾക്ക് അതിന്റെ പാട്. ദേ, ഇത്ര നേരം ഞാൻ അവിടെ വന്നിട്ട് ഇതെന്നാന്ന് പറ്റിയെന്ന് ചോദിച്ചോ? ഇത് പഴുതാരിക്കണല്ലേ? പഴുതാരിക്കണല്ല. ആശാ ഞാനിവിടെ വരുമ്പോൾ അപ്പം തന്നെ ആ വണ്ടിയുടെ അടിയിട്ട് കയറിക്കോ, ഈ വണ്ടിയുടെ അടിയിട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് പണിയിപ്പിക്കലല്ലേ. ഇതിപ്പോൾ എനിക്ക് ശീലമായി. വീട്ടിൽ ചെന്നിട്ട് കട്ടിൽ കാണുമ്പോൾ കട്ടിലല്ല കിടപ്പ്, പിന്നെ കട്ടിലിൻ്റെ താഴെയാ. അത് ശരി. ഇന്ന് രാവിലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആശാൻ വന്നിട്ട് വിളിക്കുക, മോനെ പണിതത് മതി, എഴുന്നേറ്റ് വാന്ന്. ചാടി ഒറ്റ എണ്ണീക്കിൽ എണ്ണീറ്റ് അതിന്റെ വരിപ്പേ തട്ടിട്ട് 7 സ്റ്റിച്ചാ. ഇതല്ല നിനക്ക് നിന്നോട് ഇന്നലെ ഇതിന്റെ കിക്കർ ശരിയാക്കാൻ പറഞ്ഞിട്ട് നീ എവിടെ പോയതായിരുന്നു? ഞാൻ നിക്കർ മേടിക്കാൻ പോയിക്കായിരുന്നു. നിക്കർ മേടിക്കാനോ? കിക്കർ മേടിക്കാൻ പറഞ്ഞോട് നിക്കർ മേടിക്കാനാണോ പോണേ? ഈ പണ്ടാരം വണ്ടിയുടെ കിക്കർ അടിച്ചടിച്ച് എന്റെ നിക്കർ കീറിപ്പോയി. അറിയാവോ? എനിക്ക് നിക്കർ മേടിക്കാൻ പോണ്ടേ? നിങ്ങൾക്ക് കിക്കറായിരിക്കും വലുത്, എനിക്ക് നിക്കറാ വലുത്. ഇപ്പൊ ഞാനേ ഒരു കാര്യം ചേട്ടി, ഏത് വണ്ടിയുടെ അടി കയറണം? നീ ഒരു കാര്യം ചെയ്യും, കുർള എക്സ്പ്രസ് വന്നെ അതിന്റെ അടിയിലേക്ക് കയറും.
അതിന് വല്ല കംപ്ലൈന്റും ഉണ്ടോ? അതിന് കംപ്ലൈന്റ് ഒന്നുമില്ല. അതങ്ങ് കയറി പോകുമ്പോൾ നിന്റെ കംപ്ലൈന്റ് തീരുമല്ലോ. ഓ ഒറ്റ ചവിട്ടിയാൻ വെച്ചെന്നാണല്ലോ. എനിക്കറിയാൻ പാടില്ല, ഞാൻ പണിയാൻ പോവാ. എന്തെങ്കിലും പണിയെടുക്കാണ്ട് എനിക്ക് ഉറക്കം വരത്തില്ല. ഇതാരാ? നമസ്കാരം. നമസ്കാരം. ഈ സദാനന്ദ മേശ്രീ അത് ഞാനാ സാധാരണ. എന്നെ പറഞ്ഞ അറിയില്ല, എൻ്റെ അച്ഛനെ പറഞ്ഞ അറിയും. അച്ഛനറിയാൻ നിന്നെ, എനിക്കറിയില്ലല്ലോ. അതല്ല, എൻ്റെ അച്ഛനെ പറഞ്ഞ ചേട്ടൻ അറിയാവുന്ന. ആഹാ, അച്ഛനും അറിയാം നിന്റെ ചേട്ടനെ, എനിക്കറിയില്ലല്ലോ. അയ്യോ അതല്ല, എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ ചേട്ടൻ അറിയാൻ പറ്റുമെന്ന്. അത് പറ, എന്താ പേരെന്നാ? സുകുമാരൻ. അയ്യോ പാവം. അയ്യോ അത് സിനിമയിലെ സുകുമാരൻ, അതല്ല. അതല്ല, ആ പുള്ളി ഒരു പാവാന്ന് പറഞ്ഞേ. തളത്തിൽ സുകുമാരൻ, മറ്റേ പണ്ടുള്ള പരിചയം നിങ്ങൾ. പണ്ടുള്ള പരിചയം തളത്തിൽ സുകുമാരൻ. തരത്തിൽ സുമാരൻ. അവിടുത്തെ ഞങ്ങളെ കാറുകളൊക്കെ ചേട്ടനാണ് നന്നായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എവിടെയുണ്ട് ആള്? മൊത്തം കടത്തില. കടത്തിലായില്ലേ? അല്ല, അവിടെ ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാർ കിടക്കണുണ്ടല്ലോ, ഒരു മഞ്ഞ കാർ ഉണ്ടായിരുന്നല്ലോ. സെന്ന് അതെന്തി? അത് അളിയും കൊണ്ടുവെക്കുക. അളിയും കൊണ്ട്. അല്ലാതെ ഈ KL 10 42 ഒരു അംബാസിഡർ കാറാ വീട്ടിൽ. നല്ല മൈലേജാ. അതെ, അതെന്തി? അതും അളിയും കൊണ്ടുവെക്കുക. ഈ വേറെ ഒരു വണ്ടി ഉണ്ടാകും, ബെൻസ്. അത് മുന്നേ അളിയെ കൊണ്ടുപോയല്ലോ. അപ്പൊ അളിയനെന്നാ പണി? CC പിടുത്താ. അയ്യോ, അപ്പൊ ഇങ്ങോട്ട് വന്ന് CC പിടിക്കാൻ വന്നതാണോ? അയ്യോ അതിനല്ല, എൻ്റെ അച്ഛൻ ഒരു ലോറി ഇവിടെ നന്നാക്കുന്നുണ്ടായിരുന്നല്ലോ, ഒരു 35 വർഷം മുന്നേ. പ്രവർത്തിക്കുന്നില്ലെന്നും പറഞ്ഞു കൊണ്ട് തന്നെ അതിപ്പോഴും ശരിയായിട്ടില്ല, അവിടെ കിടപ്പുണ്ട്. അയ്യോ അത് ശരിയാക്കി തരണ്ട, അതവിടെ നോട്ടെ. ഞാനേ ആ ലോറി കുറെ കാലമല്ലോ ഇവിടെ കിടക്കുന്നു. അപ്പൊ അതിന്റെ മുകളിൽ എത്രയോ തടിച്ചൊരു ആഞ്ഞിലി മരം കിളുത്ത് വളർന്നു വന്നിട്ടുണ്ടല്ലോ, അത് വെട്ടിക്കൊണ്ടു വന്നതാ. ഞാൻ വെട്ടിക്കോട്ടെ പാപ്പു. അല്ല, അത് പറ്റില്ല, ഞാൻ വേറെ അത്യാവശ്യം. അത് പറ്റില്ല, ലോറി ഞങ്ങളുടെ ആണല്ലോ, മരം ഞങ്ങളുടെ ആണല്ലോ. അപ്പൊ മരം ഞങ്ങൾ വെട്ടിക്കൊണ്ടുപോകും, മനസ്സിലായോ? ലോറി നിങ്ങൾ എടുത്തോ, അതിനെക്കാട്ടും കാശാ മരത്തിന്. വന്നേ വെട്ടാൻ വന്ന ആളെ കണ്ടോ? അതെ, അപ്പൊ ആ തടി പോയി. അത് പോയി, ഇനി പിന്നെ പോയി. പേടിക്കേണ്ട കാര്യമില്ല. അപ്പുറം വലിയൊരു അംബാസിഡർ കാറില്ലേ, ഈ എന്റെ വണ്ടി വർഷപ്പിന്റെ പുറകിലോ, അതിന്റെ ഡിക്കിയില് ആരും ഞാൻ കാണിച്ചിട്ടില്ല, ഡിക്കിയുടെ ഉള്ളില് 2 ചെടി വളർന്നു വന്നിട്ട്. എടാ പ്രാന്താ, ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടാകാനായിട്ട് 2 തേക്കും തൈ മേടിച്ച് വെച്ചേക്കണം, അതാണോ? ഞാൻ അതും കണ്ടിട്ട് ഞാൻ നിനക്ക് പരിചയമാണോ? സുഗത, നീ എവിടെയായിരുന്നു? അയ്യോ ഞാനിപ്പോ സുഗതനല്ല, പോളച്ചൻ. എന്നാ പറഞ്ഞേ? പോളച്ചനാന്ന്, സുഗതനല്ല. പോളത്തിനോ? ഓടുന്നു നീ സൂതൻ. ഞാൻ പോളച്ചനാന്ന്. വെറുതെ ചുമ്മാ. ഞാൻ പോളച്ചനാ ഇപ്പോ. കണ്ടു കാണിച്ചേ, നീ സൂതൻ തന്നെ. അയ്യോ ശരിയാ, നല്ല ചൂടുണ്ടല്ലോ. അയ്യോ അതല്ല പറഞ്ഞേ, ഇന്നലെ വരെ ഞാൻ സുഗതനായിരുന്നു, പക്ഷെ ഇപ്പൊ പോളച്ചനാ. സംഭവം എന്നാന്നറിയാം, ഞാൻ ഇച്ചിരി കള്ളു കുടിയുമ്പോ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ്. അപ്പൊ ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് എന്റെ ഭാര്യ സൂസമ്മ നേരെ എന്നെ ഒരു പാസ്റ്ററിനെ കൊണ്ട് ഉപദേശിച്ച് നന്നാക്കാൻ. ഞാൻ അവിടെ ചെന്നു, പുള്ളി എന്റെ തലയ്ക്ക് കൈവച്ചൊരൊറ്റ പാട്ടാ. സുഗതന്റെ കെട്ടുപൊട്ടി, സുഗതന്റെ കെട്ടുപൊട്ടും, എന്റെ ഭാര്യ സൂസമ്മ കാണിച്ച പണിയായി പറയുന്നത്. പുള്ളി എന്നെ അവളെന്നെ കുടിയിരുത്താൻ കൊണ്ടുപോയിക്കോ അവിടെ. പക്ഷെ ദോഷം പറയരുത്, പുള്ളി എന്റെ തലയ്ക്ക് വെച്ചിട്ട് പുള്ളി എന്നോട് പറയുക, ഈ ലോകം മാറ്റി മറിക്കാൻ നിന്നെ ഞാൻ പ്രേരണാക്കൂന്ന് പറഞ്ഞു. കോപ്പാ ലോകം മാറ്റുക. നിന്റെ പെണ്ണുമ്പോൾ നിന്റെ ടിവിയിലെ ചാനൽ പോലും മാറ്റാൻ സമ്മതിക്കല്ല. പിന്നെ ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടായി പറയുന്നത്. എന്തുവായാലും പോട്ടെ. അത് കഴിഞ്ഞ് പുള്ളി എന്നെ തല പിടിച്ച് വെള്ളത്തിനകത്ത് മുക്കിയേച്ച് എന്നോട് പറയുക, ഇനി മുതൽ നീ കുടിക്കത്തില്ല, കാരണം ഇന്ന് മുതൽ നീ സുഗതനല്ല പോളച്ചനാന്ന് പറഞ്ഞു. എന്റെ തലയ്ക്ക് തൊട്ടോ അങ്ങനെ. അവിടെ ഞാൻ നേരെ ഇറങ്ങി ഒരു ബിവറേജിൽ പോയി ഒരു ഫുള്ളും മേടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്റെ തലയ്ക്ക് കൈ വെച്ചു പറഞ്ഞു, ഇന്ന് മുതൽ നീ മദ്യമല്ല കട്ടൻ ചായ എന്ന് പറഞ്ഞു. കട്ടൻ ചായ കുടിച്ചാൽ കുഴപ്പമില്ലല്ലോ, രാവിലെ ചെറുതൊരു കട്ടൻ ചായ അടിച്ചോണ്ടെങ്കിൽ പോകുന്നു. കുടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഒരു ബംഗാളി എന്നായിരുന്നു പറഞ്ഞു വിട്ടായിരുന്നു അതിന്. ചുമ്മാ അല്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആ വളവിൽ അവര് കൂര അടിച്ച് പുതിയ വർക്ക്ഷോപ്പ് തുടങ്ങി. പിന്നെ ഹെഡ് വേണോ ടെയിൽ വേണോ? എനിക്ക് 2 രൂപ മതി. ഹെഡ് വേണോ ടെയിൽ വേണോ? എനിക്ക് ടൈല് മതി. എന്നാ ഉറപ്പാണോ? ഹെഡ്. അപ്പൊ ഞാനിന്ന് പണിയുന്നില്ല, ലീവാ. എന്ത് വർത്താനം പറഞ്ഞേ? പണി മുഴുവൻ കിടക്കുക, നീ പോയി കഴിഞ്ഞ എല്ലാം പോയില്ലേ? പിന്നെ എല്ലാം പോയി. സ്കൂട്ടറിന്റെ പണിയുണ്ട്, ഓട്ടോറിക്ഷയുടെ പണിയുണ്ട്. ഈ എഞ്ചിൻ അടിച്ചാൽ പണിതാലോ എന്നാ? എഞ്ചിൻ അടിച്ച് പണിയാനുള്ള പണിയല്ല അത്, ലൈറ്റ് മാറിയാ മതി. അത് പറയണം. ചുമ്മാ ഞാൻ വലിയ വലിയ സ്ഥാപനങ്ങളിൽ പണിക്കുന്നവനാ. നിങ്ങളുടെ തോന്നിയാത്ത ഇരിക്കുവോ? വലിയ വലിയ സ്ഥാപനങ്ങളിൽ പണിക്കുന്ന ആള്. എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഹോണ്ടയുടെ ഷോറൂമിൽ പണിക്കുന്നവനാ ഞാൻ. ഹോണ്ടയുടെ ഷോറൂമിൽ പണിക്കുന്നവനാ. അത് തെളിവ് വല്ലതും ഉണ്ടോ?
തെളിവുണ്ടോന്ന് അവിടുത്തെ മോലാരുടെ മൊബൈൽ ഫോണായത് ആ നമ്പർ വിളിച്ചു വെച്ച സംശയം ഉണ്ടെങ്കിൽ മൊബൈൽ എടുത്ത് മാറ്റിക്കാം കള്ളനും ഒക്കെ പിന്നെ അത് പണി ആണല്ലോ. ഇതേ വണ്ടിയുടെ ഏത് ഭാഗത്തിരിക്കണത്? ഇത് വണ്ടിയുടെ ഹൃദയഭാഗത്തിരിക്കുന്ന ഹൃദയഭാഗത്ത്. അപ്പൊ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പഠിച്ചല്ലേ? എടുത്തത് വെക്കാൻ ഏത് പറ്റും. വണ്ടിയാന്ന് ഊരിയെടുത്തേ? അങ്ങനത്തെ എന്റെ എമ്പുരാൻ അതിന്റെ പൈസ ഞാൻ കൊടുക്കേണ്ട വരും. പൊളിച്ച് ഇവൻ കൊട്ടവാരത്തിരിക്കട്ടെ. അല്ല പിന്നെ ഹെഡ്ലൈറ്റ് അടിച്ചങ്ങ് പൊട്ടിച്ചാലോ? മാറി കൊടുക്കാൻ എന്നിട്ട് നല്ല കാശും കിട്ടും. ഇതേ വണ്ടി കൊണ്ട് ഒരു പെങ്കൊച്ചാണോ ആങ്കൊച്ചാണോ വരുന്നുണ്ട്. ആരാ ഊരത്? ആണ്ട വരും. എന്റെ ദൈവം പണി ഇതെന്നോടെ കാണിക്കാൻ പോണേ. ഇതിന് പൗഡർ. അയ്യോ ആശാൻ ഇതെനിക്കറിയാവുന്ന പെങ്കൊച്ചത്. നീ എന്നാടി ഇവിടെ? എന്നെ ഇവിടെ കെട്ടിച്ചത് ഈ വർക്ക്ഷോപ്പിനകത്തോ? ആശാനെ ഒരുപിടി ചോറ് തരാതെ കല്യാണം പിന്നെ എന്നെ ആ ജംഗ്ഷന്റെ അവിടെയാ കെട്ടിച്ചത്. ആണോ? അതൊക്കെ ആരറിയുന്നു? എന്താ കംപ്ലൈന്റ്? ഓ പുള്ളിക്കാരന് ഭയങ്കര സംശയപാടാ. അയ്യോ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് എന്ന്. ആ അതോ സെൽഫ് എടുക്കുന്നില്ല. എടാ സെൽഫ് എടുക്കുന്നില്ലെന്ന്. അതാണ് കാര്യം. നോക്കിയേ സെൽഫ് സെൽഫ് എടുക്കാൻ എടുക്കണേ. അങ്ങോട്ട് നോക്കി നമുക്ക് ചിരിച്ചു വന്നു. എന്ത് കാണിക്കാ നീ? എന്തോ കാണിക്കുമോ? സെൽഫി എടുത്തു. എടാ വണ്ടിയുടെ സെൽഫ് എടുക്കുന്നില്ലെന്ന് നീ സെൽഫി എടുത്താൽ മതിയോ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് ഫേസ്ബുക്കിലാണല്ലോ. അതിന് ഫേസ്ബുക്കിലാണ് ഒരു ഫോട്ടോ ഇടാം. 3 എന്തിനാ എടുക്കുന്നത്? എനിക്ക് 2 അക്കൗണ്ട് അല്ലേ? അവന് 2 അക്കൗണ്ട് ഉണ്ടെന്ന്. എനിക്ക് പക്ഷെ 3 അക്കൗണ്ട് 3 ഉണ്ട്. പക്ഷെ ഇവർക്ക് 2-3 അക്കൗണ്ട് ഉള്ളു. എനിക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. എന്താ ജോലി? എന്താ മോഡലാ? ഓ ഇത് 85 മോഡലാന്ന് തോന്നുന്നു. കുട്ടിയുടെ പേരെന്നാ? 5ാമത്തെ കുട്ടിയുടെ പേരാണ് 6ാമത്തെ കുട്ടിയുടെ പേരാണ്? പെറ്റ് പെരുകി കിടക്കുന്ന വൈകിട്ട് വരട്ടെ. വൈകിട്ട് വരാം. ആശാനെ ഇതെന്താ ഈ കാണിക്കുന്നത്? വൈകിട്ട് വരട്ടെ. ഇതെന്തോ ഇപ്പൊ വണ്ടി കൊണ്ടുപോകാൻ വൈകിട്ട് പറ്റുന്ന പെങ്കുച്ചി ചോദിച്ചേ. ചുമ്മാ വേട്ടക്കണ്ട് കൊണ്ട് അതിന്റെ ചെല്ലത്. അതിന്റെ ഭർത്താവ് ആരാന്നറിയാവോ? ഇറച്ചി വെട്ടുകാരനാ. ഇതെങ്ങാനും പറഞ്ഞു ഞാൻ വെട്ടി കണ്ടിച്ച് 16 ചില്ലറയാക്കി പല സ്ഥലത്ത് കൊണ്ട് ഇടുവാണ്. ഒന്നിച്ചിട്ടാ മതിയായിരുന്നു. ഒന്നിച്ചിട്ടാ എന്തെങ്കിലും അവധം ഇതൊക്കെ പറഞ്ഞിരിക്കാറ്. പ്രശ്നം. അതെ കുഴപ്പമില്ല. അവിടെ ഇവിടെ ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ലല്ലോ. നമുക്കത് വെൽഡ് ചെയ്ത് ജോയിന്റ് ചെയ്യാലോ. ഇതിനെ കൊണ്ട് ജയിക്കണോ? വൃത്തിയാകും. അപ്പൊ ഒരു തേങ്ങ ചാടി ഇവനൊന്നും ചത്താ മതിയായിരുന്നു. മനുഷ്യനെ ചിറ്റിക്കാൻ ഒരു കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. തള്ളിക്കൊണ്ടുള്ള വരവ് കേടായതെന്ന് തോന്നുന്നു. അയ്യോ ഇതൊക്കെ വേറെ നല്ല വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കാനുള്ളതല്ലേ? എല്ലാ പ്രശ്നം എന്താ? ഞാൻ ഇളയടത്ത് കൊട്ടാരത്ത് വരുവാ. അതാണോ പ്രശ്നം? അയ്യോ അതല്ലേ പ്രശ്നം. എന്നെ മനസ്സിലായി കാണൂലായിരിക്കും. ഇല്ല. ഞാൻ ഉദയവർമ്മ. ഇതെന്റെ മകൻ അസ്തമയ വർമ്മ. അല്ലല്ല അവൻ മധുവർമ്മ. മധുവർമ്മ വേറൊന്നും തോന്നരുത്. ഇന്നെന്റെ മകന്റെ കല്യാണമാണ്. അതേ രാജാക്കന്മാരാ വന്നേക്കണേ. കല്യാണം വിളിച്ചിട്ടുണ്ട്. എന്നറിയോ നമ്മുടെ വർക്ക്ഷോപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. റെഡി ആയിക്കോണം. തമ്പുരാനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പൊ തന്നെ എത്താം. ഇവിടെ അങ്ങനെയാണോ ആചാരം? കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടാണോ ഇവിടെ വണ്ടി പണിയുന്നത്? വണ്ടി പണിയാണോ? അല്ല ഞങ്ങള് കല്യാണത്തിന്. അയ്യോ കല്യാണത്തിന് വരണ്ട. അത് ചെക്കൻ കൂട്ടർ വന്ന വണ്ടിയായത്. ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. വണ്ടി അങ്ങോട്ടും ഇല്ല. ആ വണ്ടി ഒന്ന് റെഡിയാക്കണം. അതാ പറയുന്നത്. 11:30 മുഹൂർത്തം. അതിനു മുമ്പ് തന്നെ എത്തണേ. അപ്പൊ മറ്റേ കൂടെ നിന്നവരൊക്കെ അവരൊക്കെ പോയി. അവിടെ ഫസ്റ്റ് വണ്ടി തുടങ്ങി. ഇവിടെ ഈ ചെറുക്കൻ എത്തിയിട്ടുണ്ട്. മാല കണ്ടോ? നിങ്ങക്ക് വേറെ വണ്ടി വിളിച്ചു ടാക്സ് നമുക്ക് ടാക്സി വിളിച്ചു. എന്തുവാടാ നീ പറയുന്നത്? ഞങ്ങൾ അപ്പനപ്പന്മാരായിട്ട് പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയായത്. നിനക്കറിയോ? എന്റെ അപ്പൻ തമ്പുരാന്റെ കല്യാണം ഈ വണ്ടി വെച്ചായിരുന്നു. എന്റെ അപ്പന്റെ അപ്പൻ തമ്പുരാൻ വല്യപ്പൻ തമ്പുരാന്റെ കല്യാണം ഈ വണ്ടിയിലായിരുന്നു. എന്റെ എന്തിനധികം പറഞ്ഞു എന്റെ കല്യാണം ഈ വണ്ടിയിലായിരുന്നു. ഇത് വണ്ടിയാണോ അതോ ഓഡിറ്റോറിയം ആണോ? ഇതിനകത്തൊക്കെ വെച്ച് കല്യാണം നടത്തുക ആചാരം. അത് ഞങ്ങളുടെ ആചാരമാ. എന്റെ അപ്പൂപ്പന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവന്റെ കല്യാണവും ഈ വണ്ടിയിലായിരിക്കണമെന്ന്. ആചാരം തെറ്റിക്കാൻ പറ്റത്തില്ല. വണ്ടി എത്ര പെട്ടെന്ന് റെഡിയാക്കണം. റെഡിയാക്കാം. ഒന്ന് നോക്കിയേ. ഇപ്പൊ തന്നെ ശരിയാക്കി തന്നേക്കാം. വിഷമിച്ചു പോയി എന്റെ ദൈവമേ. ഞാൻ ആചാർ. അയ്യോ ആദ്യം വിളിച്ചല്ല. ഞാൻ ഈ പേര് വായിച്ചതാ. മധു വെൽഡിങ്. മധു വെൽഡിങ്. സുമാന്ന് വെൽഡിങ് എന്ന്. അല്ല രണ്ടും ഒന്നാടാ. വെഡിങ്ങും വെൽഡിങ്ങും കൂട്ടിയോയിപ്പിക്കലാണല്ലോ പരിപാടി. രണ്ടും ഒന്നാ. അല്ല തമ്പുരാൻ വന്ന സ്ഥിതിക്ക് വേണ്ട ആചാരങ്ങളൊന്നും വേണ്ട. ടയറേ ഇരിക്കേ നമുക്ക് കാര്യം സംസാരിക്കാം. എന്റെ ദൈവമേ. ശരിക്കും എന്താ പ്രശ്നം? എന്താ
ഈ കുരുത്തം കെട്ട ഇവന്റെ കയ്യിലുള്ള കുഴപ്പമായിരുന്നു. അച്ഛാ എന്റെ കയ്യിൽ കുഴപ്പാ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ 4ാമത്തെ കല്യാണമായിരുന്നു. 4 കല്യാണം കഴിച്ചോ ഈ രാജകുമാരൻ? 4 കല്യാണം കഴിച്ചല്ല, ബാക്കി 3 മുടങ്ങി പോയതാ. അതെങ്ങനെ മുടങ്ങിയത്? എങ്ങനെ മുടങ്ങാതിരിക്കും? ഇവൻ ഒരു ഈശ്വര വിശ്വാസം ഇല്ലാത്ത ചെറുക്കനെ. ഈശ്വരമല്ല, ഈശ്വര വിശ്വാസം. ഒരു മെനകെട്ട ഉരുത്തം കണ്ട ചെറുക്കനാ പിന്നെ കുട്ടൻ തമ്പുരാൻ. അതാ പിന്നെ പേര് കുട്ടൻ തമ്പുരാൻ. ഇവന്റെ ആദ്യത്തെ കല്യാണത്തിന് വേണ്ടി കെട്ടിന്റെ അന്ന് ഇവനങ്ങ് വലതുകാലം വെച്ച് അങ്ങ് ഇറങ്ങലും കറുത്ത പൂച്ച അങ്ങ് വട്ടം ചാടി. പശന്നല്ലേ പറയുന്നത്? പെശക്. നീ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറഞ്ഞു. എന്തെങ്കിലും ആട്ടെ. ഞാൻ പറഞ്ഞടാ മോനെ, ഈ കല്യാണത്തിന് നീ പോയിട്ട് ഒരു കാര്യമില്ല, ഈ കല്യാണം നിനക്ക് ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. കല്യാണം നടന്നില്ല. ആ കല്യാണം മുടങ്ങി. 2ാമത് ഇതുപോലെ കഴിഞ്ഞ പത്തനാപുരത്ത് നിലടാ നല്ല കുട്ടിയായിരുന്നു. ഇവന്റെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഈ കല്യാണത്തിന് വേണ്ടി വലതുകാല് വെച്ച് കറുത്ത പൂച്ച പട്ട എന്ന് പറഞ്ഞ പൂച്ച ആ പെണ്ണങ്ങ് ഒളിച്ചോടി പോയ പെണ്ണായിരുന്നു. നമ്മുടെ തമ്പുരാന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അങ്ങനെ 3ാമത്തെ കല്യാണത്തിന്റെ അന്ന് ഈ കഴിഞ്ഞ വർഷം ഇവൻ വലതുകാല് വെച്ച് അങ്ങ് ഇറങ്ങലും പൂച്ച വട്ടം ചാടി. അങ്ങനെ ആകപ്പാടെ പ്രശ്നമായി. ഇതേ എന്തിനധികം പറയുന്നു, ഇവൻ എപ്പ നല്ല കാര്യത്തിന് വേണ്ടി വലതുകാല് വെച്ച് ഇറങ്ങിയാലും ആ പണ്ടാരം പൂച്ച അപ്പ വന്ന് ചാടി. ഇനി ഒരൊറ്റ വഴിയുള്ളൂ. ഇനി ആ പൂച്ച വരുമ്പോ നീ ഒന്ന് വട്ടം ചാടും. അതെന്തിനാ? ആ പൂച്ചയുടെ കല്യാണം നടക്കരുത്. നിങ്ങൾ ഈ പൂച്ചയുടെ കഥ പറഞ്ഞിരിക്കുന്നത് ആ കാറൊന്നും പ്ലീസ്. 11:30 മുഹൂർത്തമാ, മറന്നുപോലാമത്തേതാ. പ്ലീസ് ഒന്ന് സഹകരിക്കണം. സഹകരിക്കാം. ഇവരോട് വണ്ടി നന്നായിക്കോട്ടെ, നമുക്കൊരു ടാക്സി എന്താടാ ഡിസ്ക് കംപ്ലൈന്റ്? ഞാൻ പറഞ്ഞ വണ്ടിയുടെ ഡിസ്ക് കംപ്ലൈന്റാ. വണ്ടിയുടെ അല്ല, എന്റെ ഡിസ്ക് കംപ്ലൈന്റ്. എനിക്ക് കുനിയാൻ ഞാൻ കേറാം. എന്റെ ഡിസ്ക് കംപ്ലൈന്റ് ആണേ. ആശാനേ ചാക്കി വെച്ചാലോ? പന്നി കൊല്ലും ഞാൻ. വണ്ടിക്ക് ചാക്കി വെച്ച് പൊക്കട്ടെ. വണ്ടിക്ക് എന്നിട്ട് വേണം വണ്ടി അത് തെറ്റിയാൽ തലേ ചാടാൻ. അയ്യോ, ഇതിനിടയ്ക്കോടെ എങ്ങനെയാ കയറിപ്പോണേ? എടാ ഇത് ശരിക്കും കറക്റ്റ് ആട്ടോ. കാരണന്മാര് ഉപയോഗിച്ച വണ്ടിയാ. അങ്ങനെ മനസ്സിലായി. അടി മുഴുവൻ ചുക്കിച്ചളഞ്ഞിരിക്കുക. ഇതെന്നാ സാധനടാ? ഇത് ആവശ്യമുള്ളതാണോ? അയ്യോ, ഇത് എനിക്ക് ആവശ്യമുള്ളതല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഇത് വേണ്ട. പ്രശ്നമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. അതുപോലത്തെ വേറെ ഇതിന്റെ അകത്തൊന്നുമില്ല. പാമ്പ് കാണുമെന്ന് എനിക്ക് പേടി. പോരെ. എന്തുവാ വീട്ടിൽ നിന്ന് വിളിക്കുന്നു? കാര്യം പറ, ഞങ്ങൾ എത്താന്ന് പറ. ഒരു മിനിറ്റിലെ കുറെ വീട്ടോളം പറ. ഹലോ, എത്തി പേടിക്കണ്ട, എത്തി. ഞാൻ ഇപ്പൊ 5 മിനിറ്റ് എത്തും. അതെ, കല്യാണം ഒന്ന് കഴിയട്ടെ. എഞ്ചി മൊത്തം അഴിച്ച് പണിയാ. അത്ര പണിയുണ്ട് ഇതിനകത്ത്. അതായത് ഇവിടെ പറഞ്ഞ പിന്നെ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എനിക്കൊരു കാര്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹൗസിംഗ് കൊള്ളാം. പഴയ വണ്ടിയാണ്ട് ഹൗസിംഗ് അല്ല. അതിവിടെ പറഞ്ഞത് എത്തി. 5 മിനിറ്റ് എത്തും. ഇപ്പൊ എത്തും. പൊന്നു മക്കളെ, റെഡിയാക്കി. ഹലോ, കല്യാണ പെണ്ണാണോ? ഇത് ഞാനാ മേസ്ത്രി. പിന്നെ വണ്ടിയുടെ ഒലക്ക ഒടിഞ്ഞു പോയതാ. എടാ നീ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറഞ്ഞു. എന്റെ പൊന്നെ വർത്താനം പറഞ്ഞിരിക്കുന്നത് വണ്ടി വേറെ റെഡിയാക്ക്. അവൻ ചോദിക്കുവാ പായസം എത്ര കൂട്ടം ഉണ്ടെന്നോ. എടാ, ആവശ്യമില്ലാത്ത കാര്യം നീ. ഞാൻ വണ്ടി പണിഞ്ഞ് ശരിയാക്കിയാ പറഞ്ഞത്. അടപ്രഥമനൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. കാര്യം പിന്നെ പറയാം. വണ്ടി റെഡിയാക്കാദ്യം. വണ്ടിയൊക്കെ ശരിയാക്കാലോ. ഇത് ഏത് ഓഡിറ്റോറിയത്തിലാ കല്യാണം നടക്കണേ? അഞ്ജലി ഓഡിറ്റോറിയം. അഞ്ജലി ഓഡിറ്റോറിയാ? അന്ന് അടി കൊണ്ട കാലം. പോണ്ട. അവിടെ കൊള്ളത്തില്ല. എന്താണോ അവിടുത്തെ സെക്യൂരിറ്റി കൊള്ളത്തില്ല. സെക്യൂരിറ്റിക്ക് എന്താ കുഴപ്പം? മീശയുള്ളവരല്ലേ? ശരിയല്ല. എന്താ കുഴപ്പം? എനിക്കിടെ എന്നെ എടുത്തിട്ട് ഇടിച്ചവൻ. എന്നെ എടുത്തിട്ട് ഇടിച്ചവൻ. ചുമ്മാന്നല്ല, വിളിക്കാത്ത ഉണ്ണാൻ ചെന്ന പിന്നെ ഇടിക്കല്ലോ. ആശാനെ, ഈ ടയർ അവിടെ കൊണ്ട് സെറ്റ് ചെയ്യണ്ടേ? ഈ ടയർ എന്റെ കാലിലേക്ക് സെറ്റ് ചെയ്യും. അല്ല, അവൻ റോളർ സ്കേറ്റാന്ന് പറഞ്ഞ് വിട്ടു പൊക്കോളൂ അങ്ങോട്ട്. നിങ്ങൾ അതും ഇതും പറഞ്ഞോണ്ടിരിക്കാതെ വണ്ടി ഒന്ന് നന്നാക്കുന്നു. വണ്ടി നന്നാക്കാന്ന്. അപ്പൊ സൈലൻസർ നല്ല ചൂടുണ്ട്. ഓടി നിന്ന വണ്ടിയാ. അതെ 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാ പെട്ടെന്ന് നിന്ന് പോയത്. ചെറുക്കന്റെ നാളെന്നാ? ചെറുക്കന്റെ നാള് ഭരണി. പെണ്ണിന്റെ നാളോ? അത്തം. അതാ കുഴപ്പം. ഭരണിക്കകത്ത് ആരും അത്തം ഇടുവോ? അതെന്നാ കുഴപ്പം? ഭരണിക്കകത്ത് അച്ചാറല്ലേ ഇടുവോളൂ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ചാറോ എന്തെങ്കിലും ഞങ്ങൾ ഇട്ടോളാം. നിങ്ങൾ ആ വണ്ടി റെഡിയാക്കി 11:30 ഇവിടെ മുഹൂർത്തവാ. തമ്പുരാന്റെ നാളെന്നാ? എന്റെ നാള് മൂലം. എന്നാ കാണട്ടെ.
അല്ല കൈ കാണത്തെന്ന്. ജ്യോതിഷമൊക്കെ അറിയാം. ചെറിയ രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ. ആ സാമ്പത്തികം പോകാൻ സാധ്യതയുണ്ട്. ആ അത് പോവും. കാരണം ഈ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഈ വണ്ടി കയറ്റിയല്ലോ, അപ്പൊ എന്തായാലും പോവും. അതല്ലെന്ന് ധനയോഗം കാണുന്നുണ്ട് അതിന്റെ അപ്പുറേ. അതുകൊണ്ട് അതും വരും. കാരണം ഈ വണ്ടി ഞങ്ങൾ കൊണ്ടു കുളവാക്കും, മുതലാളി അത് മേടിക്കും. പാരമ്പര്യമായിട്ട് അപ്പനപ്പന്മാരുടെ വണ്ടിയായത്. ഇതേ തൊട്ടുള്ള ഒരു കളിയില്ല. അതെ ഇപ്പൊ നന്നായി തരുമോ? നന്നാക്കി തരാം. ഇന്ന് 4 ചായ വേണം. ചായ ചായ കുടിക്കും. പെട്ടെന്ന് പരിപാടി പെട്ടെന്ന് തീർക്കും. എനിക്ക് ചായ ഒന്നും വേണ്ട. നിനക്ക് ചായ വേണ്ട, നീ പോയി മേടിച്ചോണ്ട് വന്നായി. ആ അയ്യോ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, 1.5 ലക്ഷം രൂപ എനിക്ക് ശമ്പളം അറിയാമോ? ആരാന്ന്? എങ്ങനെയാ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇപ്പൊ കൊട്ടാരത്തിലുള്ള ചെറുക്കനെ ഇവനെ ചായ മേടിക്കാൻ വിടുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ പണിയുണ്ടോ? തമ്പ്രാനെന്ന് കുറെ നേരം ക്ഷമിച്ചു ഞാൻ. അയ്യോ എന്നെ കൊണ്ടൊന്നും വേല. പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്താ പണിയാണ് ഈ കാണിച്ചത്? എടാ, എടാ, ആ ചാനകത്തുള്ളത്. നിന്റെ കയ്യാൻ പറ്റും. 5000 രൂപയുടെ ഷർട്ടായത് ഇതിട്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് ചെല്ലും? അയ്യോ പോട്ടെ പോരെ, പോട്ടെ, എല്ലാം പോട്ടെ. നമുക്ക് വലിയ എന്തൊക്കെയാ കാണിച്ചു വിടുന്നത്? എന്റെ ദൈവം, ഇത് എന്റെ മകനാന്ന് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. എന്നാ ഒരു കാര്യം, ഇത് കറക്റ്റ് ആവുമോ? ഇപ്പൊ നിങ്ങൾ കറക്റ്റ് വാനാണോ? ഒന്നും പേടിക്കാനല്ല, നമ്മൾ ഈ വണ്ടി പണിയുന്നു, ആചാരം ക്ലിയർ ആക്കി തരും. 1 ലക്ഷം എനിക്ക് ഷർട്ട് മാറ്റി തരണം. ഈ ഷർട്ട് ഏതായാലും ഞാൻ വണ്ടി മേടിക്കണം. അപ്പൊ ഒരു കാര്യം, ഞാൻ ഈ ഷർട്ട് കട മേടിച്ചേക്കാം. ഇതിന് എത്ര രൂപ? ഇതിന് 5500 രൂപ. ഊരി കളഞ്ഞു. ഊരണ്ട അല്ല ഞങ്ങൾ അളവ് കിട്ടണം. അതുകൊണ്ടാ ഞാൻ പോയി കുഴപ്പമില്ല, ഊരിക്കോ. മേടിച്ചിട്ട് ആൾക്കാരെ കണ്ടോണ്ടിരിക്കും. രാജു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇതെന്നാ പുള്ളിമാനം? ഏത് കോവലത്തെന്ന് പറഞ്ഞ? ഇളയെടുത്ത് കൊട്ടാരം. ഇത് ഇളയെടുത്ത് കൊട്ടാരല്ല, ഇത് തുളയെടുത്ത് കൊട്ടാരം. ഇതൊരു തുളയാളാ. എനിക്ക് തോന്നുന്നത് ഈ ബനിയനും ഇവർക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയതാ. ഇത്രയും തുള വരത്തില്ല. അപ്പനപ്പന്മാരായിട്ട് ഇട്ടതാ. അതെ, ഈ ഷർട്ട് ഊരിപ്പോ ഇത്രോ, അപ്പൊ മുണ്ട് ഊരിയായിരുന്നെങ്കിൽ നിനക്കൊരു കോരുവല കൊണ്ടാകാം. ഈ കോരുവല വേണ്ട, തിമിംഗലത്തെ പിടിക്കാനാണ്. ഓക്കെ, ചെറിയ ഞണ്ടും ചുങ്കുരിയും മറ്റേതൊക്കെയാണ് ചാടി അങ്ങ് പോകും. വണ്ടി റെഡിയാക്കി താടോ, കല്യാണം. ഹലോ, എത്തി ഇപ്പൊ 5 മിനിറ്റ്. ഞാൻ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് എത്താനായി. അടി അടി എത്തി മുറിച്ചെടുക്കടാ. ഓണടിക്കണേ? ഓണടിക്കാനല്ല, ഇവിടെ എന്നാ വെച്ചേ? ഞാൻ ചെല്ലാൻ നേരം വൈകിയോണ്ട് അവര് മുറച്ചെറുക്കനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു തന്നാ പെണ്ണിന്. കോട്ട മോനെ, വണ്ടി റെഡിയാക്കി കിട്ടുമല്ലോ നമുക്ക്. ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചത് ഞാൻ കണ്ടുപിടിച്ചു. അയ്യോ, വണ്ടിയുടെ കംപ്ലൈന്റ് കണ്ടുപിടിച്ചു. വണ്ടിക്ക് എന്തായിരുന്നു കംപ്ലൈന്റ്? അയ്യോ എന്റെ ആശാനെ, ഞാൻ ആദ്യം എന്റെ ബോണറ്റ് അഴിച്ചു നോക്കി. ബോണറ്റിന് കംപ്ലൈന്റ് ഇല്ല. വണ്ടിയുടെ ബോണറ്റിന് കംപ്ലൈന്റ് ഇല്ല. അത് കഴിഞ്ഞ് എന്റെ ഡിക്കി അഴിച്ച് ഞാൻ നോക്കി. ഡിക്കിക്കായിരുന്നു കംപ്ലൈന്റ്? ഡിക്കിക്കകത്ത് കംപ്ലൈന്റ്. സത്യമല്ല, ഡിക്കിക്ക് കംപ്ലൈന്റ് ഇല്ല. ഡിക്കിക്ക് കംപ്ലൈന്റ് ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ എന്റെ എഞ്ചിൻ അഴിച്ചു നോക്കി. എഞ്ചിന് കംപ്ലൈന്റ് ആയിരുന്നു അല്ലേ? എഞ്ചിന് ഒരു കംപ്ലൈന്റും ഇല്ല. കംപ്ലൈന്റ്. അയ്യോ, അത് കഴിഞ്ഞ് ഞാൻ ആ പെട്രോൾ ടാങ്കിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും സഹാറ മരുഭൂമി തോറ്റു വറ്റി വരണ്ട് കിടക്കുന്നു. പെട്രോൾ ഇല്ല അതിനകത്ത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു 150 രൂപ പെട്രോൾ അടിച്ചിടാൻ പറഞ്ഞു അതിന്റെ അകത്ത്. അച്ഛാ, രാവിലെ ഞാൻ 1500 രൂപ എന്നല്ലേ പെട്രോൾ അടിക്കാൻ? എടാ, നീ തന്ന 1500 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടി നമ്മുടെ ഡ്രൈവറോട് എടുക്കാൻ പറഞ്ഞതും ആ പണ്ടാരക്കാലം പൂച്ച വട്ടം ചാടി അപശകുനം. അതുകൊണ്ട് അവൻ പെട്രോൾ അടിക്കാതെ വന്നു, അതാ പറ്റിപ്പോയത്. നിങ്ങളൊക്കെ കൂടെ എന്റെ കല്യാണം മുടക്കില്ലേ? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഇനി നിന്റെ കല്യാണം നടക്കണമെങ്കിൽ ആ പൂച്ചാനെ ഓടിക്കണം, അല്ലെങ്കിൽ പൂച്ചാനെ പോകാനുള്ള നിന്റെ തന്താനെ ഓടിക്കണം. അതാ ഇപ്പൊ നടക്കൂ.